അലി, ഇന്നിപ്പോൾ അലി അക്ബർ ഷാ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൽ നിന്നിപ്പോ വാദം കേൾക്കും. എല്ലാ പ്രതികളെയും അവിടെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് വാദം തുടങ്ങുക? അരുൺകുമാർ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ അല്പസമയം മുമ്പ് ഹൈക്കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പ്രതികളെന്ന് കണ്ടെത്തിയ കെ കൃഷ്ണനും അതുപോലെ ജ്യോതി ബാബുവും ഉൾപ്പെടെയുള്ള 12 പേരെയായിരുന്നു ഇന്ന് ഹൈക്കോടതിയിൽ എത്തിക്കേണ്ടത്. എന്നാൽ ജ്യോതി ബാബു ഹൈക്കോടതിയിൽ ഹാജരായിട്ടില്ല. ഇന്ന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനാലും ഡയാലിസിസ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഉള്ളതിനാലും ഇന്ന് കോടതിയിൽ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ബാക്കി പ്രതികളിൽ 10 ആളുകൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ അല്പസമയം മുമ്പ് കെ രമ MLA-യും ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ച സാഹചര്യത്തിൽ ഇവരുടെ ശിക്ഷാവിധിയിൽ കൂടുതൽ ശിക്ഷ നൽകണമെന്ന വാദത്തിന് പുറത്താണ് ഇന്ന് ഹൈക്കോടതി ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് 12 പ്രതികളെ ഇന്ന് ഇവിടെ ഹൈക്കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ ഈ 6-ാം പ്രതി ഒഴികെയുള്ള ബാക്കി പ്രതികൾ ഈ വധഗൂഢാലോചനയിലും പങ്കെടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ശിക്ഷാവിധിയിൽ ഉയർച്ച വേണം എന്നുള്ള നിലയിലേക്കുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും. നേരത്തെ കെ രമ MLA പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അത്രയും ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ തന്നെ കോടതി ഇതിനെ കാണുകയും അത്തരത്തിലൊരു വിധി താൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുമാണ് കെ രമ MLA പറഞ്ഞിരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ 12 പ്രതികളെയും ഇന്ന് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജ്യോതി ബാബു ഒഴികെയുള്ള പ്രതികൾ ഇന്ന് ഹൈക്കോടതിയിൽ എത്തും. അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ആ കേസിൽ ഇന്നിപ്പോ എന്തു വിധി വരുന്നു എന്നത് രാഷ്ട്രീയമായി കൂടി ചലനങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ്. കഴിഞ്ഞ വിധി വരുന്ന സമയത്ത് 2 CPM പ്രവർത്തകരെ കൂടി പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവരെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി 2 പേരെ വീണ്ടും പ്രതിപട്ടികയിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ശിക്ഷാവിധി ഉയർത്താനുള്ള വാദം കേൾക്കുമ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന നിരീക്ഷണങ്ങളും വളരെ പ്രസക്തമാണ്. വടകര പോലെയുള്ള ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരം വളരെ കടുത്തതാകുമ്പോൾ ഇന്നത്തെ ഹൈക്കോടതിയിലെത്തുന്ന കേസും വളരെ നിർണായകമാണ്.